ശംഖനാഥ ധ്വനി മുഴങ്ങിയതോടെ അഭിജിത്ത് മുഹൂർത്തത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. പ്രതിഷ്ഠാ സമയത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി. ദർഭപ്പുല്ലുകളാൽ തയ്യാറാക്കിയ പവിത്രമോതിരം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 12:20-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു പ്രാണപ്രതിഷ്ഠ. മുഖ്യ യജമാനായിട്ടായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്തത്. പ്രധാനമന്ത്രിക്കൊപ്പം RSS സർസംഘ് ചാലക് മോഹൻ ഭഗവത്, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും പങ്കെടുത്തു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ 11:30-ന് ആരംഭിച്ചു. VVIPകളുടെ വൻനിര തന്നെയാണ് അയോധ്യയിലെത്തിയത്. സിനിമ, കായിക താരങ്ങളടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ ക്ഷേത്രത്തിലെത്തി. അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, സൈന നെഹ്വാൾ, മിതാലി രാജ്, രജനീകാന്ത്, ചിരഞ്ജീവി, രാംചരൺ, അനിൽ കുംബ്ലെ, സച്ചിൻ തെണ്ടുൽക്കർ, സോനു നിഗം, രൺബീർ കപൂർ, ആലിയ ഭട്ട് തുടങ്ങി നിരവധി VIPകളായിരുന്നു ഇതിനോടകം ക്ഷേത്രത്തിലെത്തിയത്. മുൻ പ്രധാനമന്ത്രിയും JDS അധ്യക്ഷനുമായ HD ദേവഗൌഡ അടക്കമുള്ള നേതാക്കളും ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കേരളത്തിലും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പല ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?